മനോഹരമായ ഒരു മത്സരമായിരിക്കും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന നെഹ്റു പവലിയന്റെ മുന്നിലായിട്ട് വള്ളങ്ങൾ അണിനിരക്കും. അത്തരത്തിൽ അണിനിരന്നു കഴിഞ്ഞാൽ ഈ 21 ചുണ്ടൻ വള്ളങ്ങൾ എന്ന് വെച്ചാൽ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാസ് ഡ്രില്ലായിരിക്കും ഇത്തവണ നടക്കാൻ പോവുക. ആദ്യമായാണ് 6 ഹീറ്റ്സ് മത്സരം തന്നെ നടക്കുന്ന 6 ഹീറ്റ്സ് നടക്കുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല ഈ 21 ചുണ്ടൻ വള്ളങ്ങൾ അണിനിരുന്നു കൊണ്ടുള്ള ഒരേ വസ്ത്രങ്ങൾ ധരിച്ച് ഒരേ രീതിയിൽ തുഴകൾ ഉയർത്തി അവര് അണിനിരുന്നു കൊണ്ടുള്ള മാസ് ഡ്രില്ലാണ് ഏറ്റവും നയന മനോഹരമായ കാഴ്ച. അത്തരത്തിൽ വർണ്ണ മനോഹരമായ കാഴ്ചകളോടുകൂടി അല്പസമയത്തിനകം തന്നെ നെഹ്റു ട്രോഫിയിൽ നിന്നും നെഹ്റു ട്രോഫിയുടെ ജലമേളയുടെ ഏറ്റവും ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നതാണ്. ശ്രീജാം. ആവേശം പോരാട്ടം പുരോഗമിക്കുകയാണ്. അവിടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടരുന്നു. മഴ പെയ്യുന്നുണ്ട്. മഴയ്ക്കും മുകളിലുള്ള ആവേശം, അത് ഹീറ്റ്സ് എന്നുള്ള വ്യത്യാസമില്ല. മഴയ്ക്കും മുകളിലുള്ള ആവേശത്തിൽ തുഴഞ്ഞെത്തുകയാണ്. ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി അവസാനത്തെ ഒരു 200 മീറ്ററിലേക്ക് എത്തുന്നു ഹീറ്റ്സ്. ഇതായിപ്പോ നമുക്ക് ശരിക്കും വ്യക്തമായി കാണാം. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്താനുള്ള അവരുടെ ആ വലിയ പ്രയാസം, അതിപ്പോ ചെറിയ വള്ളങ്ങളാണ്. ഹീറ്റ്സ് ആണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. എന്താണെന്നറിയോ, അവരുടെ കരക്കാർ നോക്കിയിരിക്കുകയാണ്. ഈ ഹീറ്റ്സ് നോക്കിക്കോ. ഈ ഹീറ്റ്സ് ഇത് ഒപ്പത്തിനൊപ്പമാണ്. 3 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം. 4ാം ട്രാക്ക് ഒപ്പം 2ാം ട്രാക്ക് 1ാം ട്രാക്ക്. ഈ 3 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. ഒരു ഹീറ്റ്സിന്റെ ആവേശത്തിനും അപ്പുറം കൊടുമുടിയേറുന്ന ആവേശമാണ് ഈ ഹീറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ. ഇത് ആവേശക്കാണ്. പുന്നമടക്കായലിലേക്ക് നോക്ക് മക്കളെ, അവിടെ കുതിച്ചെത്തുകയാണ് കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ. പക്ഷെ അതിന്റെ ആവേശം കാണില്ല. ആ ആവേശത്തിലാണ് നമ്മൾ പുളകിക്കൊള്ളുന്നത്. നമ്മുടെ ഓരോ കൂപങ്ങൾ വെള്ളത്തിലുണ്ടോ. ഫിനിഷ് അത് വെള്ളം ഒന്നാമത് ഫിനിഷ് ചെയ്തു. 4ാമത്തെ ട്രാക്കിൽ മത്സരിച്ച ഗോത്തുരുത്ത് വെള്ളമാണ് ഹീറ്റ്സ് ആണെന്ന് ഓർക്കണം. ഹീറ്റ്സ് ആണ് മക്കളെ. ഫൈനലിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ആവേശം ഇരട്ടിക്കും. അപ്പൊ ശ്രീജാം, എന്താണ് ഈ മഴയത്തും ആവേശം ചോരുന്നില്ല? സംശയം മാറി ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലേ. പക്ഷെ ഈ തുഴച്ചിൽക്കാർക്ക് മഴ വളരെ വളരെ അവരെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. അവർക്ക് വെള്ളം വേണം, വെള്ളത്തിന്റെ നിരപ്പ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. വെള്ളം കുറഞ്ഞ അവർക്ക് തുഴയാൻ പറ്റില്ല. അപ്പൊ മഴ പെയ്ത് കിടക്കുന്നവർക്ക് സന്തോഷമാണ്. മഴ മേത്ത് വീഴുമ്പോൾ ഒരു തണുപ്പാണ്, ആശ്വാസമാണ്. ഇവർ ഈ കുട്ടനാട്ടുകാരും ഈ അപ്പർ കുട്ടനാട്ടുകാരും ഒക്കെ ഈ വെള്ളത്തിലും വള്ളത്തിലും ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അവർക്ക് എന്ത് മഴ, അവർക്ക് ഈ മഴയൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളെ പോലെ ഇങ്ങനെ കരക്ക് കയറി നിന്ന് ഡയലോഗ് അടിക്കുന്നവർക്ക് മാത്രമാണ് മഴ പ്രശ്നം. ഇവരെ സംബന്ധിച്ച് ഇത് ആവേശത്തിന്റെ കൊടുമുടി കൂടുന്ന സമയമാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഒരു ഹീറ്റ്സ് മത്സരത്തില്, അതും സാധാരണ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിൽ കാണുന്ന ആ ആവേശഭരിതമായ അവസ്ഥയില്ലേ, ഇത് ഇനി അങ്ങോട്ട് നമ്മൾ ഈ വരുന്ന മണിക്കൂറുകളിൽ മുഴുവൻ കാണാൻ പോകണം. 11:45 സമയം. ഇനി നമുക്ക് മുന്നിൽ ബാക്കിയുള്ള സമയം അറിയാലോ. 2 മണിക്ക് തന്നെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ട്രാക്കിൽ ചുണ്ടൻ വള്ളങ്ങളുടെ വരവാണ്. ഇനി എൽദോ കുറച്ച് സമയത്തേക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച വരാനുണ്ട്. ഈ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ഇനി എൽദോക്ക് വേണ്ടി ഞാൻ കാത്തുവെക്കുന്ന ഒരു സർപ്രൈസ്, ട്രാക്ക് എൻട്രി. ചുണ്ടൻ വള്ളങ്ങളുടെ ട്രാക്ക് എൻട്രി. ആ വരവുണ്ടല്ലോ, ആ ഓരോ വള്ളമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതാത് കരക്കാർ ഇവിടെ നിന്നിട്ട് ഒരു ചിയറപ്പ്, അതാണ് ഇനി നമ്മൾ കാത്തിരിക്കാൻ പോണ ഏറ്റവും മനോഹരമായ നിമിഷം. അവര് ഈ രാജകീയ പ്രൗഢിയിൽ പുറത്തുനിന്ന് വരിക. പുറത്തുനിന്ന് വന്നിട്ട് ഇവരുടെ മുന്നിൽ കൂടെ ഒരു ഗ്രേറ്റ് ചെയ്തൊരു കടന്നു നോക്കണം. ആ പോണ സമയത്ത് ഓരോ കരക്കാരും നിരണം വന്നു പോകും. പക്ഷെ ഇനി അവർ ഒന്നുകൂടെ വരും. അവരുടെ ആരാധകർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ മുഴുവൻ അനുഗ്രഹവും അവരുടെ മുഴുവൻ പ്രാർത്ഥനയും വാങ്ങിക്കൊണ്ട് വേണം അവർക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ. അവിടെ ചെന്നിട്ട് പിന്നെ ഒരു വരവുണ്ട്. ഈ പൂരത്തിന് ഒരു വരവുണ്ടല്ലോ, ആ വരവ് പോലെ ഒരു വരവാണിത്. ആ സമയത്ത് നമ്മൾ ഈ ഗാലറിയിൽ ഇരിക്കുമ്പോഴല്ലോ, വെറുതെ പറയല്ല, ഓരോ എണീറ്റ് നിൽക്കും. കാരണം എന്താന്ന് വെച്ചാൽ ആ മനുഷ്യന്മാരുടെ എത്രയോ കാലത്തെ ഇഷ്ടം പോലെ ആ മനുഷ്യന്മാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ്, ഒരു വർഷത്തെ അധ്വാനം, ഒരു വർഷത്തെ പ്രാർത്ഥന. ഈ പാവം പിടിച്ചവന്മാരുടെ കയ്യിലൊന്നും പൈസയൊന്നും ഇല്ലല്ലോ. ഇതുങ്ങൾ ഓരോ ദിവസവും പോയി പണിയെടുത്ത് കിട്ടുന്ന പൈസ ഇട്ടിട്ടാണ് ഈ ക്ലബ്ബുകൾ പലതും വരുന്നത്. ഇതിലങ്ങനെ ഭയങ്കര സൂപ്പർ റിച്ച് എന്നൊക്കെ പറയാവുന്ന 1-2 ക്ലബ്ബൊക്കെ ഉള്ളൂ. സ്പോൺസർഷിപ്പ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവനവന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു ചെറിയ പങ്ക് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഇന്നത്തെ ദിവസം അവരുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഇങ്ങനെ തുഴഞ്ഞു കയറാൻ വരുന്നത്. അവരുടെ കരയുടെ
കാത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മളെ പോലെ മാത്രമല്ല ഒരുപാട് പേര് ആദ്യത്തെ പോലെ നിറഞ്ഞു. നമുക്ക് ഒന്നോട്ട് ആയിട്ട് പോവാം. ബ്രേക്ക് പോകണമെന്ന് പറയുന്നു എൽദോ. ബ്രേക്ക് ഉണ്ടോ? ആ ബ്രേക്ക് കഴിഞ്ഞിട്ടായിരുന്നു ഓക്കെ ടീമിനെ കൗണ്ട് പിടിക്കാം. അതെ ഉറപ്പായിട്ടും നമുക്കിപ്പോ ചെറിയ ഇടവേള എടുക്കാം. ഇടവേള തരുമ്പോഴേക്കും നമുക്ക് ഇനി ഹീറ്റ് ഉണ്ട്. ആവേശം താഴെ വെയിറ്റിംഗ് ലോഡിംഗ് ആവേശം ബ്രേക്ക്